ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അങ്ങനെ 1 month വാങ്കൂവർ ഡൗൺ ടൗൺ ബിസി ലൈഫിൽ നിന്ന് ഞങ്ങൾ സറി എന്ന് പറയുന്ന ടൗണിലേക്ക് ഷിഫ്റ്റായി. ഇപ്പോഴാണ് ഫൈനലി ഒന്ന് സെറ്റിലായി എന്ന് പറയാൻ പറ്റുക. ഇന്നത്തെ വീഡിയോ ഈ പുതിയ വീട്ടിലെ ഞങ്ങളുടെ ഒരു ദിവസമാണ്. ദിസ് ഈസ് ശ്രീലക്ഷ്മി മടത്തൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. Since he started having real food, I limited my pumping to just one session. He is almost 1 in this video. So രാവിലെ നേരത്തെ എണീറ്റുള്ള പമ്പിങ് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞാനും അവൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ എണീക്കാറ്. എണീറ്റ് ഉടനെ രണ്ടുപേരും ഒന്ന് ഫ്രഷ് ആവാണ്. ഈ ഒരു ഫ്ലൂറൈഡ് ഫ്രീ പേസ്റ്റാണ് ഇപ്പോൾ അവൻ ഉപയോഗിക്കണത്. സെയിം സിലിക്കൺ ബ്രഷ് തന്നെയാണ് ഉപയോഗിക്കണത്. അത്ര പല്ലൊന്നും വന്നിട്ടില്ല. സോ ഇപ്പോഴും അത് തന്നെയാണ്. രാവിലെ എണീറ്റ് ഉടനെ ചെയ്തില്ലെങ്കിൽ അവൻ പിന്നെ സമ്മതിക്കുകയില്ല. പിന്നെ മോർണിംഗ് ഒരു ബോട്ടിൽ പാൽ കുടിക്കും. കൗ മിൽക്ക് 1 year കഴിഞ്ഞാണ് റെക്കമെൻഡ് ചെയ്യണേ. സോ ഐ സ്റ്റാർട്ടഡ് സപ്ലിമെൻറ്റിങ് വിത്ത് ഫോർമുല. മിൽക്ക് ബിക്കെയിം മോർ ഓഫ് എ കംഫർട്ട് ഫോർ ഹിം ദാൻ സാറ്റിസ്ഫൈങ് ഹങ്കർ. ബട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്താലേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കളിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കാൻ ഉഷാറാവും. വാങ്കൂവറിനെ റെയിൻകൂവർ എന്നാണ് പറയുക. ഇവിടെ റെയിൻ നല്ലോണം കൂടുതലാണ്. എപ്പോഴും ഒരു ഡൾനെസ് ഉണ്ട്. സോ രാവിലെ എണീറ്റ പാടെ കർട്ടൻസും ലൈറ്റ്സും ഒക്കെ ഓൺ ആക്കണത് ഇവിടെ വളരെ അത്യാവശ്യമായി. സന്ദീപിന് വർക്കിംഗ് ഡേ ആണ്. ഹി സ്റ്റാർട്ട് ഹിസ് വർക്ക് അറൌണ്ട് 5:36. കുറച്ച് കളിച്ച് കഴിഞ്ഞ് അവൻ്റെ ഡയപ്പറും ഡ്രസ്സൊക്കെ മാറ്റി വി ഗോട്ട് റെഡി ഫോർ ദ ഡേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ചു, എല്ലാ ബുക്സും വായിച്ചു. ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു മേക്ക് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. ഫസ്റ്റ് ഇവിടെ ഉണങ്ങാൻ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുകയാണ്. കിച്ചണിൽ സ്ഥലം നല്ല കുറവാണ്. സോ സ്ലാബിൻ്റെ മേലെ ഒന്നും വെക്കാൻ പറ്റില്ല കുറേ നേരം. കുറച്ച് നേരമൊക്കെ അവൻ തന്നെ കളിച്ചു. പിന്നെ എന്നെ തിരഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ എൻ്റെ അടുത്തെത്തിയ പിന്നെ കാലിൻ്റെ ചോട്ടൊന്നും മാറില്ല. എന്നിട്ട് എടുക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നല്ല പാവം തോന്നും. പിന്നെ ബാക്കി പണി അവനെ എടുത്തുകൊണ്ടാണ്. ഒന്ന് വാക്യൂം കൂടി ചെയ്യാണ് അവനെ താഴെ വിടുന്നതിൻ്റെ മുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ വരെ അവനെ ഇവിടെ ഒന്ന് ഓക്യുപ്പൈ ചെയ്തിരുത്താനുള്ള പരിപാടിയാണ്. ഫ്രിഡ്ജിൽ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് കളിക്കില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കണം. ഐ ഗിവ് ഹിം എ ക്രാക്കേഴ്സ് ടു. ഹി വാസൻ മച്ച് ഇൻട്രസ്റ്റഡ്. അവിടെ എല്ലാം പൊട്ടിച്ചിട്ടു. അതാണ് ഉണ്ടായേ. ഞാനൊരു ആപ്പിൾ മാംഗോ പ്യൂരി ഉണ്ടാക്കുകയാണ്. അവന് വെറുതെ ഓട്ട്മീൽ ഇപ്പോൾ കുറച്ച് മതിയാവുന്നുണ്ട്. സോ ഒരു ടേസ്റ്റ് ഡിഫറൻസിന് ഇങ്ങനെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാറുണ്ട്. യു ക്യാൻ യൂസ് ബനാന, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ് എല്ലാം നന്നാവും. ദെൻ ഐ ആഡഡ് പൗഡേർഡ് ഓട്ട്മീൽ വിത്ത് വൈറ്റമിൻ ഡി ഇൻ ഇറ്റ്. ഇപ്പോൾ പാൽ കുടിച്ചതല്ലേ ഉള്ളൂ. ഹി വോണ്ട് ഈറ്റ് വെൽ ഇഫ് ഐ ഫീഡ് ഹിം നൗ. ഞാൻ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവൻ്റെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ബ്രഞ്ച് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് തീരുമാനിക്കുകയാണ്. പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തെങ്കിലും ഫുള്ളായിട്ട് കുക്കിംഗ് സ്റ്റാർട്ടായി പറയാൻ പറ്റില്ല. സോ ഇപ്പോഴും മോസ്റ്റ്ലി പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം. ഇവിടെ ഫുൾ ഓത്തൻറ്റിക് പഞ്ചാബി റെസ്റ്റോറൻറ്റ്സ് ആണ്. സോ വി ആർ കൈൻഡ് ഓഫ് എക്സ്പ്ലോറിങ് ദ ഫ്ലേവേഴ്സ് ഹിയർ. ദെൻ സന്ദീപ് കെയിം ഫോർ എ ഷോർട്ട് ടൈം. ഇപ്പോൾ ആളുടെ സ്ട്രെച്ചിങ് ടൈമൊക്കെ ബേബിയുടെ കൂടെ സ്പെൻഡ് ചെയ്യലാണ്. ഹി ടുക്ക് കെയർ ഓഫ് ഹിസ് നെറ്റ്സ് ഡയപ്പർ ചേഞ്ച്. അപ്പോൾ എനിക്ക് സ്ട്രെച്ച് ചെയ്യാനുള്ള ചാൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ദിവസം ഇവിടെ മഴ തന്നെയാണ്. By 10 months, he started to try standing up with a support, but just for few minutes. അവങ്ങനെ നിൽക്കാൻ ഈ വിൻഡോ ഒരു ഇൻസ്പിറേഷനാണ്. ഹി ലവ് വാച്ചിങ് കാർസ് ആൻഡ് ട്രക്സ്. അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് നല്ല ബിസി ആയ റോഡ് ഇവിടുന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ ഗാർബേജ് ട്രക്കും വരാറുണ്ട്. ഹി ഗോസ് ക്രേസി ഫോർ ഗാർബേജ് ട്രക്സ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കുകയാണ്. ദെൻ ഇറ്റ്സ് ടൈം ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് മടിയായിരുന്നു ഇന്ന് കഴിക്കാൻ. അപ്പോൾ അവൻ്റെ പ്ലേ ഏരിയയിൽ തന്നെ ഇരുന്ന് കൊടുക്കുകയാണ്. ദെൻ വെറുതെ ഒന്ന് ഫ്രഷ് എയറൊക്കെ കൊണ്ട് നിൽക്കാൻ കരുതി. അങ്ങനെ പലതും ട്രൈ ചെയ്ത് ഇത്രയും കഴിച്ചു. പിന്നെ ആപ്പിൾ സ്ലൈസസ് കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പ്യൂരിയുടെ ബാക്കി. അതിൻ്റെ മേത്ത് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ അത് 2 കൊടുത്തു. ഒരു 1 to 2 slices കഴിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഉറക്കാൻ നോക്കി. ഓൾമോസ്റ്റ് ഉറങ്ങിയിട്ടോ. ബട്ട് ആ ക്രിബിൽ കടത്തിയത് എണീറ്റു. 2-3 ടൈം ഞാൻ ട്രൈ ചെയ്തു. ദെൻ ഐ ഗേവ് അപ്പ്. അവൻ മോസ്റ്റ്ലി ഈ മോർണിംഗ് നാപ്പ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലി ആഫ്റ്റർനൂൺ നാപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് എ ട്രൈ ഇറ്റ്. അപ്പോൾ എന്നാൽ ഒരു വാക്ക് പോകാമെന്ന് കരുതി ഞാൻ ഒന്ന് റെഡി ആവുകയാണ്. അവൻ്റെ കയ്യിലൊരു കാറൊക്കെ കൊടുത്ത് ക്രിബിലിരുത്തി. ഇപ്പോൾ കുറച്ച് ദിവസമായി ആഫ്റ്റർ ഫേസ് വാഷ് ഐ അപ്ലൈ ദിസ് ആലോവേര ജെൽ. ആക്ച്വലി എൻ്റെ അമ്മയുടെ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ. ഷീ ടേക്സ് കെയർ ഓഫ് ഹെർസെൽഫ് റിയലി വെൽ. ലൈക്ക് സ്കിൻ ആയാലും ഹെയർ ആയാലും ഡ്രസ്സിങ് ആയാലും. ബട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ബട്ട് സംടൈംസ് ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ഡു സംതിങ്. എനിവേ നല്ല മസാജ് ചെയ്തു ജെൽ വെച്ചിട്ട്. ദെൻ ഐ എം യൂസിങ് ദിസ് വൈറ്റമിൻ സി. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഫ്രഷ് ആക്കാനും വൈറ്റമിൻ സി നല്ല ഹെൽപ്പ് ചെയ്യും അത്രേ. ആൻഡ് ഐ ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് ഡിഫറൻസ് ഓൺ മൈ ഫേസ്. സോ ഞാനിപ്പോൾ മുടങ്ങാതെ വൈറ്റമിൻ സി ഇടുന്നുണ്ട്. ആൻഡ് ഇത് മോർണിംഗ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ദെൻ എ മോയ്സ്ചറൈസർ ആൻഡ് എ സൺസ്ക്രീൻ. ലാസ്റ്റ് വീഡിയോയിൽ ഹെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ ഹെയർ ഷോർട്ടാക്കിട്ടോ.
ഈ അപ്പാർട്ട്മെൻറ്റ് താഴെ തന്നെ കുറേ സാലൻസ് ഉണ്ടായിരുന്നു. എനിക്കത് നല്ല ഉപകാരമായി സിൻസ് ഐ ഡോണ്ട് ഡ്രൈവ്. ലൈക്ക് എവറി വൺ ഐ റിഗ്രറ്റ് ഇറ്റ് ആൻഡ് ഐ മിസ് മൈ ലോങ് ഹെയർ. ബട്ട് എവിടെ പോകാനാ, ഇനിയും വളരുമല്ലോ. മുടി കുറച്ച് ഒട്ടി നിൽക്കണ്ടായിരുന്നു, അപ്പോൾ ഒരു ഡ്രൈ ഷാമ്പൂ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കാണ്. പിന്നെ അവൻ്റെ മിൽക്ക് ബോട്ടിൽ പാക്ക് ചെയ്യാണ്. Now I complement formula milk along with breast milk. While mixing both, you should first mix formula with water as per the instruction and then mix that with breast milk. Directly breast milk mix ചെയ്യാൻ പാടില്ല, അതിൻ്റെ റേഷ്യോ കറക്റ്റ് ആവില്ല and it won't be great for their tummy. ആ വലിയ ഡയപ്പർ ബാഗിൽ നിന്ന് ഈ ഒരു ചെറിയൊരു ബാഗിലേക്ക് പ്രൊമോട്ട് ആയിരിക്കുകയാണ്. ഇതിലൊരു പേര് തുണി, വൈപ്സ്, 2 ഡയപ്പേഴ്സ്, പാല്, വാട്ടർ, സ്നാക്ക്, എൻ്റെ വാലറ്റ് ആൻഡ് ഗ്ലാസ്സസ്, അതൊക്കെയാണുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ പേഴ്സണൽ ബാഗാണ് കേട്ടോ. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിലേക്ക് പോകാമെന്ന് വിചാരിക്കുമായിരുന്നു. സിൻസ് ഐ ഡോണ്ട് ഡ്രൈവ്, ഐ എം ടേക്കിംഗ് ഹിം ഇൻ എ സ്ട്രോളർ കാറിൻ്റെ ബാക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് അത് എടുത്തിട്ട് വരികയാണ്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് ഹൗസിൽ നിന്ന് മിസ്സാവണ കുറച്ച് കാര്യങ്ങൾ. കാരണം ഗറാജ് യൂസ് ടു ബി നെക്സ്റ്റ് ഡോർ. ഇവിടെ ആണെങ്കിൽ കാറിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ താഴെ പാർക്കിംഗ് വരെ പോകാൻ നല്ല മഴയാണ്. സോ അവനെ ഫുള്ള് ജാക്കറ്റ് പിടിപ്പിച്ചു. പിന്നെ സ്ട്രോളറിന് ഈ റെയിൻ കോട്ടും ഇട്ടു. ഈ സ്ട്രോളർ ആക്സസറീസൊക്കെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിൻ്റെ ഒരുക്കം കഴിഞ്ഞ് ലിഫ്റ്റ് പോയി നോക്കിയപ്പോൾ ലിഫ്റ്റ് പണിയെടുക്കണില്ല. ആഹാ, അടിപൊളി. ഇനി എന്ത് ചെയ്യാനാ, വീട്ടിലേക്ക് തന്നെ വന്നു. ഇട്ട് അതേപോലെ എല്ലാ കുന്ത്രാണ്ടങ്ങളും അഴിച്ചു മാറ്റി. ഞങ്ങളിരുന്ന് കളിച്ചു. ദെൻ ഹി ഹാഡ് ദ മിൽക്ക് ഐ പ്രിപ്പയർഡ്. അത് റൂം ടെമ്പറേച്ചറിലായിരുന്നല്ലോ, അപ്പോൾ 2 hours കൂടുതൽ വെക്കാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എ വൈൽ ഹി ഹാഡ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അവനെ കളിക്കായിരുത്തി. ഐ മെയ്ഡ് ഹിസ് ലഞ്ച്. ബ്രോക്കലി ആൻഡ് ആസ്പ്രാഗസ് ആണ് വെജി ആയിട്ടുള്ളത്. I know I made quite a lot. He loves his veggies and fruit. പിന്നെ ഡിഷ് വാഷറിൽ നിന്ന് പാത്രങ്ങൾ മാറ്റണമുണ്ട് ഇടയിൽ. ഫ്രൂട്ട്സ് ആയിട്ട് സ്ട്രോബെറീസ് ആണ് കൊടുക്കണത്. ഈ ഒരു യോഗർട്ട് മെൽറ്റ് ലാസ്റ്റ് ടൈം ഗ്രോസറി വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയതാ. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ. ഹി റിയലി ലവ്ഡ് ഇറ്റ്. ആക്ച്വലി ഐ ലവ്ഡ് ഇറ്റ് ടു. ഇറ്റ് ടേസ്റ്റ് സോ ഗുഡ്. അപ്പോൾ നേരത്തെ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ബ്രഞ്ച് എത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ ഡെലിവറി ടൈം ആഫ്റ്റർ 12 വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. വി ഹാവ് ബീൻ ഡൂയിങ് ദിസ് നോ ഫുഡ് ഡയറ്റ് ടിൽ 12. അപ്പോൾ ഇൻഡയറക്ട്ലി അതൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആവും. വേണമെന്നല്ല, അതുവരെ ടൈം കിട്ടാറില്ല കഴിക്കാൻ. ചാവാല ഫ്രം ലണ്ടൻ എന്നൊരു കഫേയിൽ നിന്ന് ഒരു കോൾഡ് കോഫിയും ഒരു പിങ്ക് ടീയും ഒരു ബ്രെഡ് ഓംലെറ്റും ഒരു റാപ്പുമാണ് വാങ്ങിയത്. അവൻ ലഞ്ചും കൊടുത്ത് ഞങ്ങളുടെ ബ്രഞ്ച് കഴിക്കുകയാണ്. ആസ് യൂഷ്വൽ അവൻ ഫുഡ് കഴിക്കുകയും അത് വെച്ച് കുളിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി കുറച്ച് നേരം കളിക്കാൻ വിട്ടു. ആ ടൈം ഞാൻ അവൻ കഴിച്ച സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ബട്ട് ഹീ വാണ്ടഡ് ടു ഹെൽപ്പ്. അപ്പോൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈവൻ ദോ അത് എക്സ്ട്രാ വർക്ക് ആയാലും അവരുടെ എല്ലാം നമ്മളായതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യണേ. വൺസ് വേറെ ആൾക്കാർ വന്ന് സിറ്റുവേഷൻസൊക്കെ മാറിയാൽ ഇവരിങ്ങനെ വരുമോ നമ്മുടെ പിന്നാലെ. ഇത് ഞാൻ എപ്പോഴും അവനെ ശല്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ കൂടെ ആലോചിക്കാറുണ്ട്. അപ്പോൾ നല്ല സങ്കടം തോന്നും. ആൻഡ് ഐ പുട്ട് എവറിത്തിങ് ബിഹൈൻഡ് ആൻഡ് ഗിവ് ഹിം മൈ ടൈം. Rest all can wait, not this. Then Sandeep logged out of work and took him to bed. But ഞാൻ റൂമിൽ പോയി നോക്കിയപ്പോൾ അവൻ്റെ ക്രിബിൽ കളിക്കുന്നു and Sandeep was sleeping. So I made him sleep. Then we thought to go out for a coffee. അപ്പോൾ അവൻ്റെ പാൽ റെഡിയാക്കുകയാണ്. ഇവനെ ഉറക്കാൻ കഷ്ടമുള്ള പോലെ എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ നല്ല കഷ്ടമാണ്. സോ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോവാണ്. ഫാൻസി കഫേസിക്കൊന്നും അല്ല കേട്ടോ പോണത്, സ്റ്റാർബക്സ് തന്നെയാണ്. Then we came back, അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ വി വർ ബൈയിങ് ഗിഫ്റ്റ്സ് ഫോർ അവർ ഫാമിലീസ് ബാക്ക് ഇൻ ഇന്ത്യ. ഞങ്ങൾ സമ്മറിൽ ഇന്ത്യ പോയിരുന്നു ഫോർ ഹിസ് ഫസ്റ്റ് ബർത്ത്ഡേ. പിന്നെ അവൻ്റെ ഡിന്നറൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്. ഓഫ് കോഴ്സ് ഹീ ഈസ് ദെയർ ടു ഹെൽപ്പ് മീ. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. എത്ര പ്ലേറ്റിലിട്ട് കൊടുത്താലും അത് കമിഴ്ത്തി തറയെന്ന് കഴിക്കലാണ് ഇപ്പോൾ അവൻ്റെ മെയിൻ പരിപാടി. പിന്നെ അവൻ്റെ ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. ആൻഡ് ദെൻ ഐ ഗേവ് ഹിം ഹിസ് ഡിന്നർ. സന്ദീപ് അവൻ്റെ കൂടെ കളിക്കാൻ നേരം ഐ ടുക്ക് ഷവർ ആൻഡ് ഡിഡ് മൈ നൈറ്റ് സ്കിൻ കെയർ. Like I told, I started massaging my face with aloe vera and then retinol ആണ് ഇടണേ. Retinol only രാത്രി മാത്രമേ ഇടുന്നുള്ളൂ. And then a moisturizer. Sandeep is taking care of Shasta's shower. It will take some time. അവന് വെള്ളത്തിലിരുന്ന് കുറച്ച് കളിക്കൊക്കെ വേണം. സോ ആ ടൈം ഞാൻ ഞങ്ങളുടെ ഡിന്നർ പ്രിപ്പയർ ചെയ്യാണ്. ഇപ്പോൾ ഒന്നിച്ച് ഗ്രോസറി വാങ്ങാതെ ഈ ഹലോ ഫ്രഷ് എന്ന് പറയുന്ന ഫുഡ് സബ്സ്ക്രിപ്ഷനാണ് എടുക്കണേ. ഇറ്റ്സ് റിയലി ഈസി ടു പ്രിപ്പയർ ആൻഡ് ലെസ് വേസ്റ്റ് ഓഫ് ഫുഡ്. ദെൻ അവനെ ഉറക്കി ആൻഡ് ദെൻ വി ഹാഡ് അവർ ഫുഡ് വിത്ത് എ മൂവി. അത്രേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വേറൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.